അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ കലാ എന്ന ആയത്ത് ഇറങ്ങാനുള്ള കാരണം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരാത്ത ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മുത്തുനബിക്ക് വല്ലാത്ത വിഷമം വന്നു. മക്കാ മുശ്രിക്കുകൾ ചോദിച്ചു, എന്തേ ഇപ്പോൾ നിങ്ങളുടെ ശൈത്വാൻ വരാത്തത്? റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണിത്. വല്ലുഹാ, ലുഹാ സമയത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുൾ മുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട്. അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയേ, ആ തിരുകേശം തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ കലാ, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയോട് ഒരു വിരോധവും വച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, നിങ്ങളെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമായി. എന്തേ വരാതിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 കാരണങ്ങൾ പറഞ്ഞു. അതിൽ ഒരു കാരണം, ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവൻ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ. അവരിൽ ചിലർ നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നഖങ്ങൾ വെട്ടാതിരുന്ന ചിലർ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഒരു തടസ്സമായി. സുഹൃത്തുക്കളെ, നഖം വെട്ടണം. നമുക്ക് നിസ്സാരമായി തോന്നുന്നതാണെങ്കിലും ഇത്ര ഗൗരവമുള്ള വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇൽമ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖൈബറിലേക്ക് ആളുകൾ പോകുമ്പോൾ ധീരനായ ഒരു മനുഷ്യൻ, പടവെട്ടിയിട്ട് വിജയം സമ്മാനിക്കുന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ പോകുന്ന ആൾ നരകക്കാരിൽപ്പെട്ട ആളാണ്. ഇത് കേട്ട അപ്പുറത്തുള്ള ഒരു സ്വഹാബി ചോദിച്ചു, നല്ല പടവെട്ടി വിജയം സമ്മാനിക്കുന്ന ആളല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു എനിക്ക് നൽകിയ ഇൽമ് അനുസരിച്ചാണ് ഞാൻ അത് പറഞ്ഞത്. നിങ്ങൾക്ക് അത് പിന്നീട് ബോധ്യമായിക്കൊള്ളും. അദ്ദേഹം പടക്കളത്തിൽ ചെന്നു പോരാടി ഒരു വെട്ട് കിട്ടിയപ്പോൾ ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇരുന്നു. വെട്ടേറ്റു എന്ന കാരണം കൊണ്ട് ഇത്രയും കാലം പടപൊരുതിയിട്ട് എനിക്കൊരു വെട്ടും കൊണ്ടിരുന്നില്ല. ഇപ്പോൾ വെട്ടേറ്റല്ലോ എന്ന നിലക്ക് തൻ്റെ വാള് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം മലർക്കെ വെച്ച് വാളിൻ്റെ മേൽ ശരീരം അമർത്തി വെച്ച് ആത്മഹത്യ ചെയ്തു. ഇത് കണ്ട സ്വഹാബി പറയുന്നു, നബിയെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു അങ്ങ് അല്ലാഹുവിൻ്റെ റസൂൽ തന്നെയാണെന്ന്. മുത്തുനബിയുടെ മദ്ഹ് പറയലും കേൾക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.